കഴിഞ്ഞ കൊല്ലങ്ങളിലെ പോലെ ഇത്തവണയും ഗ്ലോബൽ വില്ലേജിൽ പോകാൻ തന്നെയാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് തുടങ്ങാറായല്ലോ, നാളെ തൊട്ട് തുടങ്ങല്ലേ. അപ്പോൾ സാവകാശം പോലെ ഹസ്ബൻഡും മോനും ഞാനും കൂടിയിട്ട് പോകാനുള്ള പരിപാടി തന്നെയാണ്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കൊല്ലത്തെയും മാതിരി ഒരുപാട് നല്ല അനുഭവങ്ങൾ ഞങ്ങളവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ആഗോള ഗ്രാമം നാളെ മിഴി തുറക്കും. അതിരുകളില്ലാത്ത വിസ്മയലോകം തുറക്കാൻ ഇനി ഒരേ ഒരു ദിവസം മാത്രം. 90-ലധികം വിവിധ സംസ്കാരങ്ങളുടെ സംയോജനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. നിരവധി ആകർഷണങ്ങളും വിനോദങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇത്തവണ ആഗോള ഗ്രാമം ആരാധകർക്കായി ഒരുങ്ങിയിരിക്കുന്നത്. ഒക്ടോബർ 25-ന് തുറക്കുന്ന ഈ സീസൺ 2023 ഏപ്രിൽ വരെ നീണ്ടുനിൽക്കും. വൈകിട്ട് 4 മുതൽ അർദ്ധരാത്രി വരെയാണ് നഗരിയിലേക്ക് പ്രവേശനം അനുവദിക്കുക. വാരാന്ത്യങ്ങളിൽ പുലർച്ചെ 1 മണി വരെ പ്രവർത്തിക്കും. കഴിഞ്ഞ സീസണിൽ 78 ലക്ഷം സന്ദർശകരാണ് ഗ്ലോബൽ വില്ലേജിലെ വിവിധ പവലിയനുകൾ സന്ദർശിച്ചത്. ഇത്തവണ ഇതിൽ കൂടുതൽ ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 80-ലധികം സംസ്കാരങ്ങളെ പ്രതിനിധാനം ചെയ്ത് UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഈജിപ്ത്, ഇന്ത്യ, ഇറാൻ, ഇറാഖ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ലബനാൻ, മൊറോക്കോ, പാകിസ്ഥാൻ, പാലസ്തീൻ, സിറിയ, തായ്ലൻഡ്, തുർക്കി, യമൻ, റഷ്യ, അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ് എന്നിങ്ങനെ വിവിധ പവലിയനുകൾ ഇത്തവണയും വില്ലേജിലുണ്ടാകും. സഞ്ചാരികളെ എത്തിക്കുന്നതിനായി ചൊവ്വാഴ്ച മുതൽ RTA 4 റൂട്ടുകളിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ബസ് സർവീസ് ഉണ്ടാകും. രാശിദിയ സ്റ്റേഷനിൽ നിന്ന് 102 നമ്പർ ബസ്സും, ഗുബൈബ സ്റ്റേഷനിൽ നിന്ന് 104 നമ്പർ ബസ്സും, എമിറേറ്റ്സ് മോൾ സ്റ്റേഷനിൽ നിന്ന് 106 നമ്പർ ബസ്സും ഗ്ലോബൽ വില്ലേജിലേക്ക് സർവീസ് നടത്തും. ഈ ബസ്സുകൾ ഓരോ മണിക്കൂറിലും സർവീസ് നടത്തുമ്പോൾ യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്ന് 103 നമ്പർ ബസ് ഓരോ 40 മിനിറ്റിലും ആഗോള ഗ്രാമത്തിലേക്ക് സഞ്ചാരികൾ എത്തിക്കുമെന്ന് RTA അറിയിച്ചു. കാറിൽ വരുന്നവർക്ക് ശൈഖ മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ E311 എക്സിറ്റ് 337 വഴി ഗ്ലോബൽ വില്ലേജിലേക്ക് പ്രവേശിക്കാം. സന്ദർശകർക്ക് ഓൺലൈനായും കൗണ്ടറുകളിലും ടിക്കറ്റ് വാങ്ങാം. ഓൺലൈനിൽ വാങ്ങുമ്പോൾ 10% കുറഞ്ഞ വിലയിൽ ടിക്കറ്റ് ലഭിക്കും. ഞായറാഴ്ച മുതൽ വ്യാഴം വരെ പൊതു അവധി ദിവസങ്ങൾ ഒഴികെ ഉപയോഗിക്കാവുന്ന പുതിയ ടിക്കറ്റ് ഈ സീസണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞായർ മുതൽ വ്യാഴം വരെ പ്രവേശനം അനുവദിക്കുന്ന ടിക്കറ്റിന് വാല്യൂ ടിക്കറ്റ് 20 ദിർഹമും ഏതു ദിവസവും പ്രവേശിക്കാവുന്ന ടിക്കറ്റിന് എനിഡേ ടിക്കറ്റ് 25 ദിർഹവുമാണ് നിരക്ക്. ഗ്ലോബൽ വില്ലേജിന്റെ വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്പിലൂടെയോ ടിക്കറ്റ് എടുക്കുന്നവർക്ക് 2 ടിക്കറ്റുകൾക്കും 10% കുറവ് ലഭിക്കും. കഴിഞ്ഞ സീസണിൽ ഒട്ടേറെ പ്രാവശ്യം ഗ്ലോബൽ വില്ലേജ് സന്ദർശിച്ച അപർണ കൃഷ്ണൻ നമ്മോടൊപ്പമുണ്ട്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ് അപർണ. അപർണ പറയുന്നത് കേൾക്കാം. അതുകൂടാതെ ഗ്ലോബൽ വില്ലേജിൽ നമ്മൾ സാധാരണ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുക ഒരു ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ സാധാരണ പോകാറുള്ളത്. വിൻ്റർ സീസണിൽ നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരിക്കും, ഒരുപാട് നേരം നടക്കാം. പിന്നെ അവിടെ ഓരോ പവലിയനിലും അതത് രാജ്യത്തിൻ്റെതായ തനത് പ്രൊഡക്ട്സ് ഉണ്ടാവും. ഡ്രസ്സുകളാവാം, തുണിത്തരങ്ങളാവാം, കരകൗശല വസ്തുക്കളാവാം, മറ്റ് തരത്തിലുള്ള പ്രൊഡക്ട്സ് ആവാം, ഭക്ഷണ സാധനങ്ങളാവാം, പല തരത്തിലുള്ള, അതായത് ഒരു മെഗാ എക്സിബിഷൻ തന്നെ എല്ലാ തരത്തിലും. അപ്പോൾ അത് ഓരോ രാജ്യത്തിൻ്റെ പവലിയൻ്റെ ഉള്ളിൽ കയറി ചെന്ന് നമ്മളിങ്ങനെ ഓരോ സ്റ്റോളായി നോക്കി നോക്കി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം, ബാക്കിയുള്ളത് നമുക്ക് കണ്ട് ആസ്വദിച്ച് നോക്കാം. ആ രീതിയിൽ എല്ലാ പവലിയൻസും ഞാൻ വിസിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ്റെ ഇതിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട്. കാരണം അവിടെ നല്ല ചുരിദാർ തുണിത്തരങ്ങൾ കിട്ടും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പാകിസ്ഥാനി സൂട്ട്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. അവരുടെ ലെതർ പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പവലിയനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്നാക്സൊക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ നാടിനൊന്ന് ഓർക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കുറേ സ്നാക്സ് കഴിക്കാം. പിന്നെ തനതായ ഈ ഒരു മിഡിൽ ഈസ്റ്റേൺ വിഭവങ്ങൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ UAE-യുടെ, ടർക്കിയുടെ ഒക്കെ ഈ പവലിയൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തനതായിട്ടുള്ള ഈ ഒരു മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലുള്ള തരത്തിലുള്ള വിഭവങ്ങൾ, അവിടെയുള്ള ആൾക്കാർ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ, ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഒരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങി ഉപയോഗിക്കാം. അങ്ങനെ സത്യം പറഞ്ഞാൽ ഗ്ലോബൽ വില്ലേജ് നമ്മൾ ഒരിക്കലും ഒരു തവണ പോയി കണ്ടു ഇനി പോകേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളൊരു സ്ഥലമല്ല. നമ്മൾ പലതവണ പോയി പലതവണ കണ്ട് ഓരോ തവണയും ഓരോ അനുഭവങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ്.
ഞാൻ ആദ്യമായിട്ട് ഗ്ലോബൽ വില്ലേജിൽ പോകുന്നത് 2018-ലാണ്. 2018 ഡിസംബർ മാസത്തിലാണെന്ന് തോന്നുന്നു. ഹസ്ബൻഡിൻ്റെ കൂടെ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. അപ്പോൾ ഈ നാട്ടിലെ ഒരു എന്താ എക്സിബിഷനൊക്കെ കണ്ടു വളർന്ന നമുക്ക് ഒരു ഗ്ലോബൽ എക്സിബിഷൻ എന്ന നിലയിൽ അന്ന് ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ ഒരു പുതിയ അനുഭവമായിരുന്നു ശരിക്കും. അവിടെ ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്, ഭക്ഷണ സാധനങ്ങളുണ്ട്, റൈഡുകളുണ്ട്. ഒരുപാട് സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരെ കാണാം. ഒരുപാട് കൾച്ചേഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതൊരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. ഈ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 90 കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഗ്ലോബൽ വില്ലേജിൽ. അപ്പോൾ അതിൽ പല തവണയായിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തിൻ്റെയും പാവലിയൻസിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ എല്ലാ രാജ്യങ്ങൾക്കും പാവലിയൻസ് ഉണ്ട്. അതുകൂടാതെ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ചില സ്ട്രക്ചേഴ്സും പാവലിയൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെനിക്ക് എടുത്ത ഓർമ്മ ഉള്ളത് റിപ്ലീസിൻ്റെ ബിലീവ് ഇറ്റ് ഓർ നോട്ട് പെവിലിയനാണ്. അതിന് എക്സ്ട്രാ ടിക്കറ്റ്, സ്പെഷ്യൽ ടിക്കറ്റ് കൊടുത്ത് ഉള്ളിൽ കയറേണ്ട ഒരു സംഭവമാണ്. പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ, കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാനുള്ള ഗെയിംസ് ഒരുപാടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരു കാർഡ് റീചാർജ് ചെയ്ത് ആ കാർഡ് യൂസ് ചെയ്ത് നമുക്ക് അവിടെ കുറേ ഒരു ഫെയർ ഗ്രൗണ്ട് ഗെയിംസ് രീതിയിൽ കുറേ ബോൾ എറിഞ്ഞിട്ട് സാധനം വീഴ്ത്തുക, അങ്ങനെ ഒരു 5 എണ്ണം വീഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാവ കിട്ടും. അങ്ങനത്തെയൊക്കെ കുറേ ഗെയിംസുകളുണ്ട്. പിന്നെ കുട്ടികൾക്ക് കയറിയിരിക്കുക എന്നുള്ള റൈഡുകളുണ്ട്, വലിയ ആൾക്കാർക്ക് കയറാവുന്ന റൈഡുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് 2021 ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ ആണ് ആദ്യമായിട്ട് മോനെ കൊണ്ടുവന്നത്. അപ്പോൾ മോനെയും കൊണ്ട് പോയപ്പോൾ അവിടുത്തെ കെറോസലും അങ്ങനത്തെ ചെറിയ ചെറിയ റൈഡിലൊക്കെ അവനും കയറ്റി. അവൻ്റെ ഈ ചെറുപ്രായത്തിൽ അവൻ എത്രത്തോളം ഇതൊക്കെ മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അവൻ ഒരുപാട് എൻജോയ് ചെയ്തു, ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെ കണ്ടതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലങ്ങളിലെ പോലെ ഇത്തവണയും ഗ്ലോബൽ വില്ലേജിൽ പോകാൻ തന്നെയാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് തുടങ്ങാറായല്ലോ, നാളെ തൊട്ട് തുടങ്ങല്ലേ. അപ്പോൾ സാവകാശം പോലെ ഹസ്ബൻഡും മോനും ഞാനും കൂടിയിട്ട് പോകാനുള്ള പരിപാടി തന്നെയാണ്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കൊല്ലത്തെയും മാതിരി ഒരുപാട് നല്ല അനുഭവങ്ങൾ ഞങ്ങളവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ വെയിറ്റിംഗ് ഈഗർലി ഫോർ ദിസ് ഇയേഴ്സ് ഗ്ലോബൽ വില്ലേജ് ടു സ്റ്റാർട്ട്.